ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ രാവിലെ ഡൽഹിയിലെത്തി. രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കാണ് എത്തിയത്. പിന്നെ ജസ്റ്റ് ഒരു 1.5 മണിക്കൂറത്തേക്ക് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി റൂം എടുത്ത്. ഇവിടെ ഞങ്ങൾ ഓൾറെഡി 2 മണിക്കൂർ ലേറ്റ് ആണ്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ബസ്സിൽ വന്ന പിള്ളേർ ഓൾറെഡി 2 മണിക്കൂർ മുമ്പേ ചെക്ക്ഔട്ട് ആയവര്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ കുത്തബ്മിനാറിലോട്ട് നേരെ പോയി. അപ്പം ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് അതിനൊരു ചരിവ് ഉണ്ടെന്ന്. പിന്നെ ചരിവ് നോക്കി കുറച്ചേരം നിന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പിള്ളേർക്ക് ടൂറിന് വരുന്നത് കുത്തബ്മിനാറിലോട്ടാ. നമ്മളൊക്കെ കൊച്ചായിരുന്ന പോലെ ബീച്ചിലോ പാർക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ പിള്ളേർക്ക് നേരെ വരുന്നത് ഇങ്ങോട്ടാ. പിന്നെ കുറച്ചേരമൊക്കെ ഇറങ്ങിയിട്ട് കുത്തബ്മിനാറിനും ഡാറ്റ കൊടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ടോക്കൺ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായ 100 രൂപ ഫൈൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹുമയൂൺ ഡോമൊക്കെ മിസ്സായി. അതുകൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് സ്പോട്ടായ ഇന്ത്യ ഗേറ്റിലോട്ട് പോയി. ഇവിടെ പാർക്കിംഗ് ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിലോട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാതെ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി പോകാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ഏകദേശം ഉച്ചയപ്പോഴെത്തി. പിന്നെ ഫുഡ് കഴിക്കാതെ ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നിർത്ത്. പിന്നെ എല്ലാ കൂട്ടത്തിലും കാണും ക്യാമറ ഓണാക്കുമ്പോൾ കുറെ വെറൈറ്റി പോസ് ഇട്ട് വരുന്നത്. അയ്യോ സോറി, ഇതല്ല ഇവൻ. പിന്നെ തലവര നല്ലതായതുകൊണ്ട് പുഷപ്പ് അടിക്കുന്ന റീൽ എടുത്തതാ. അതൊരു സ്പോട്ടിൽ തന്നെ ഡിലീറ്റും ചെയ്യിപ്പിച്ചു. പിന്നെ കുറച്ച് നടന്ന് ഇന്ത്യ ഗേറ്റിന്റെ പുറകിലോട്ട് ചെന്നപ്പോൾ ഒരു വ്യത്യസ്തമായ സംഭവം ഉണ്ട്. ഇവരവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അത് കെടാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇതിൽ ഒരാൾ അരമണിക്കൂറോളം അനങ്ങാതെ നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ ഗേറ്റിനോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പാക്കേജിലെ ഫുഡ് മന്തിയായിരുന്നു. കാരണം അടുത്തൊരു കേരള ഹോട്ടലുണ്ട്. പറ്റുവാണെങ്കിൽ ആരും ഇന്ത്യ ഗേറ്റിന്റെ അവിടെ വരുവാണെങ്കിൽ മന്തി മേടിച്ച് കഴിക്കണ്ട. കാരണം കഴിച്ച മിക്കവർക്കും വയറിന് പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് സരോജിനി മാർക്കറ്റിലെ ഷോപ്പിംഗും കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സും മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഞങ്ങൾ തിരിച്ചു വരുന്നത് ശനിയാഴ്ച 9:30 ദുരന്തോ എക്സ്പ്രസിനായിരുന്നു. അങ്ങനെ അവസാനം നല്ല സങ്കടത്തോടെ ഡൽഹിയോടും ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ കേരളത്തിലോട്ടുള്ള ട്രെയിനിൽ കയറി. നമുക്ക് പാക്കേജിൽ ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടായിരുന്നെങ്കിലും അത് കഴിക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് അത് ഇന്ന് രാവിലെ കൊണ്ടുത്തന്നവര്. പിന്നെ അത്രയും നാളെ നോർത്തിലെ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് KFC കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അതൊക്കെ അവന്റെ മുഖത്ത് നല്ലപോലെ കാണാം. പിന്നെ ഈയുടെ ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഓരോ ഡിപ്രഷൻ പാട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നു. കുറെ പേര് മുഖത്തൊന്നും കാണിക്കുന്നില്ലെങ്കിലും അവരുടെയൊക്കെ ഫേസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം വിഷമത്തിലാണെന്ന്. കാരണം അത്രയും നല്ല അനുഭവങ്ങളും അത്രയും നല്ല കുറെ മൊമെന്റ്സ് ഒക്കെ തന്നൊരു അടിപൊളി ട്രിപ്പായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് കോളേജിൽ കിട്ടുന്ന ഓരോ ട്രിപ്പും അത്രയും അടിപൊളിയായിരിക്കും. ഒരിക്കലും മിസ് ചെയ്യാതെ മാക്സിമം കയറി പോകാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ വഴിയൊപ്പിച്ച് കയറി പോകാൻ നോക്കുക. ഇപ്പൊ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എങ്ങനെയും ഒക്കെ അത് കയറി പോകണം. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. അതുപോലെ ഞങ്ങളുടെ കോളേജ് അവസാനിക്കാൻ പോകുവാണ്. ഇനി ഞങ്ങൾക്ക് 1 മാസം കൂടിയുള്ള കോളേജ്. അപ്പം അതിന്റെയും കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ടു ഓൾ. ബൈ ബൈ, ടാറ്റ.